അനക്ക് വിശക്കുന്നു, ചോറെടുത്തരുവാ. അമ്മേ, അനക്ക് വിശക്കുന്നു, ചോറെടുത്തരുവാ. ഇന്ന് രാവിലെ 2 ബിസ്ക്കറ്റ് അല്ലേ ഞാൻ തിന്നിട്ടുള്ളൂ. അമ്മേ അമ്മേ അമ്മേ, ഇന്ന് രാവിലെ എന്നാണ് നീ കൊറേ സമയമായല്ലോ, നീ അവിടെ എടുത്ത് തിന്നു അവിടെ ഉണ്ടല്ല. പിന്നെന്താന്ന് പോയിട്ടായിരുന്നു. അമ്മേ, ചോറ് കാണുന്നില്ല, ഒന്ന് എടുത്തരുവാ. അപ്പാ ചോറ് കാണുന്നില്ല, നീ തിന്നണ്ട. പോയാട്ടെ, നീ എങ്ങോട്ടൊക്കെ പോയേ? സ്കൂളും വിട്ട് വന്ന് തോട്ടങ്ങി. ആ എടാ ശ്രീകുട്ടി, എന്തൊരു വിഷമം പോലെ ഇരിക്കുന്നത്, എന്ത് പറ്റി നിനക്ക്? നമ്മളെ അമ്മ പണ്ട് എന്നെ കുളിപ്പിച്ചു തരുമായിരുന്നു, ഭക്ഷണം വായിത്തരുമായിരുന്നു, എന്റെ പേര് പൊത്തി പിടിച്ച് കടന്നുറങ്ങുമായിരുന്നു. കണ്ട, സ്കൂളിൽ പോണ ബുക്ക് പോലും പൊതിയിട്ടെന്നില്ല. എന്നെ ടീച്ചർ സ്കൂളിൽ പോയ വഴക്ക് പറയും. മോള് വിഷമിക്കണ്ട, മോള് ഇരിക്ക്, ആ ട്രിപ്പും പോയിട്ട് വരാം. എന്റെ അമ്മേ, ഏത് സമയം നോക്കിയാലും ഈ ഫോണിൽ തന്നെ കളിക്കലാന്നല്ല. ഇവിടെ തന്നെ ആ ഫോണ് കൊണ്ടാ നീ എന്തിനാ ഫോണ് പിടിച്ചേറ്റുന്നേ? അമ്മക്ക് ഈ ഫോണാണോ വലുത് അല്ലെങ്കിൽ നമ്മളെ മക്കളാണോ വലുത്? പോട്ടി, ഞാൻ പോട്ടി. ആ ശ്രീകുട്ടിക്ക് അമ്മ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാ? രാവിലെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ആക്കിയിട്ട് നമ്മളങ്ങ് കൂടും. ഇപ്പൊ നമ്മളെ കാര്യമൊന്നും അമ്മ ശ്രദ്ധിക്കുന്നില്ല. അമ്മക്ക് ഈ ഫോണാണെങ്കിൽ ഫോൺ എടുത്ത മക്കളെ മറന്നേക്ക്. ഈ ഫോണ് എൻ്റെ അടിമയായിപ്പോയില്ലേ ഞാൻ. എൻ്റെ മക്കളെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ശരിയല്ല എൻ്റെ മക്കൾ പറയുന്നത്. ഇനി ഞാൻ ആവശ്യത്തിന് മാത്രമേ ഫോൺ ഉപയോഗിക്കുള്ളൂ. ഇനി എൻ്റെ മക്കളെ ഞാൻ നല്ല നിലയിൽ നോക്കും. മക്കളെ വാ, അമ്മ ഇനി ഫോൺ അങ്ങനെ കൂടുതലായി ഉപയോഗിക്കില്ല കേട്ടാ. അമ്മക്ക് മനസ്സിലായി, അമ്മക്ക് അമ്മേൻ്റെ മക്കൾ തന്നെയാ വലുത് കേട്ടാ. എല്ലാ കാര്യവും അമ്മ ചെയ്തു തരുമോ. അമ്മക്ക് ഇനി ആവശ്യത്തിനുള്ള ഇത് മാത്രമേ വേണ്ടൂ ഈ ഫോണ്. ഇതാ അമ്മ ഇതാ ഇന്നേക്ക് ഫോൺ ഇവിടെ വെച്ചു. ഇനി എൻ്റെ മക്കൾ എനിക്ക് കൂട്ടായി ഉണ്ടായാൽ മതി.